ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ 3 വില്ലേജുകളിലെ കയ്യേറ്റ ഭൂമിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച കളക്ടർ നടപടിക്കെതിരെ സിപിഎം ജില്ലാ നേതൃത്വം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് കുറ്റപ്പെടുത്തി. പരുന്തുംപാറയിൽ അനധികൃതമായി കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്നെയാണ് അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ, വാഗമൺ, മഞ്ചുമല വില്ലേജുകളിൽ 5 സർവേ നമ്പറുകളിലെ ജില്ലാ കളക്ടറുടെ നിരോധാജ്ഞ പ്രഖ്യാപനത്തെ വിമർശിച്ചാണ് CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. ജില്ലാ ഭരണകൂടം നിരോധാജ്ഞ പുറപ്പെടുവിച്ചത് നാട്ടുകാരോടുള്ള ദ്രോഹമാണ്. പരുന്തുംപാറയിൽ 20 അടിയുള്ള കുരിശ് സ്ഥാപിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നുവെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നുവെന്നും C.V. വർഗീസ് കുറ്റപ്പെടുത്തി. 20 അടി കുരിശ് സ്ഥാപിക്കണം എങ്ങനെയെങ്കിലും ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ സാധ്യതയില്ല. ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാ ഒരുത്തരം പറയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായമുണ്ട്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇടുക്കി ജില്ലയിൽ പുതിയതായി വരുന്ന കയ്യേറ്റത്തിന് CPIM പിന്തുണയ്ക്കുകയില്ല. ഉദ്യോഗസ്ഥർ എല്ലാ കയ്യേറ്റത്തിനും കൂട്ടുനിൽക്കുന്നു. വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളെ അധികൃതർ സഹായിക്കുന്നു. 5 സർവേ നമ്പറുകളിൽ നിരോധാജ്ഞ പുറപ്പെടുവിച്ചതോടെ ലൈഫ് ഭവന പദ്ധതി, സാമ്പത്തിക വർഷമായുള്ള പഞ്ചായത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിലച്ചതായും C.V. വർഗീസ് കുറ്റപ്പെടുത്തി. എന്തിനാണ് ഇത്തരം ക്രൂരമായ നിലപാടുകൾ റവന്യൂ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും നടപ്പിലാക്കുന്നതെന്നും മറുപടി പറയണം. വൻകിടക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒരു തടസ്സമില്ല. 3-4 വൻകിട നിർമ്മാണം നടക്കുന്നുണ്ടോ? ഒരു തടസ്സമില്ല. വൻകിട നിർമ്മാണങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നോ. പാവപ്പെട്ടവന് വീട് വെക്കാൻ പറ്റില്ല, ലൈഫ് വീട് വെക്കാൻ പറ്റില്ല, ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അതാണ് എന്ന് പറഞ്ഞാൽ വൻകിടക്കാരായ നിർമ്മിതി എല്ലാം നടത്തും. പട്ടയഭൂമികളിൽ വീട് പണികൾ പൂർത്തിയാക്കി കയറി താമസത്തിനായി ദിവസങ്ങൾ എണ്ണിക്കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ജില്ലയിലെ CPIM സംഘം പരുന്തുംപാറ സന്ദർശിക്കുമെന്നും C.V. വർഗീസ് പറഞ്ഞു. അതേസമയം പീരുമേട് താലൂക്കിലെ കയ്യേറ്റക്കാരുടെ പേരുവിവരങ്ങൾ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പ്രധാന കയ്യേറ്റക്കാരൻ ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫിന്റെ പേര് പട്ടികയിൽ ഒന്നാമത് തന്നെ. ചൊക്രമുടിയിൽ നടന്ന കയ്യേറ്റത്തിലും വലുതാണ് പരുന്തുംപാറയിൽ നടന്നതെന്നായിരുന്നു സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.